തിരികെ എത്താം. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, നോക്കൂ, BJP ഈ തെരഞ്ഞെടുപ്പിനെ ലാഘവ സമീപനത്തോടെ കാണുന്നു. അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് 2020 കൊടുത്ത സീറ്റുകളുടെ എണ്ണമാണ്. മോദി വരുന്നു, അമിത്ഷാ വരുന്നു, നിർമ്മല സീതാരാമൻ വരുന്നു, നദ്ദ വരുന്നു. BJPയുടെ ദേശീയ നേതാക്കൾ കേരളത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് കേരളത്തിലെ BJP തിരികെ നൽകുന്നില്ല മറുപടി. BJPയുടെ ദേശീയ സർക്കാർ കേരള സംസ്ഥാന ഗവൺമെന്റിനോടും ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന കരുതൽ ഞാൻ പെട്ടെന്ന് പറയാം. വിശ്വവിഖ്യാതമായ ഒരു ചൈനീസ് കഥയുണ്ട്. വിശ്വാസിയായ ഒരാൾ നടന്നു പോകുമ്പോ അയാളോടൊപ്പം 2 കാൽപ്പാടുകൾ കൂടി കണ്ടു. അപ്പോ അയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതെന്ത് അത്ഭുതമാണ്. അപ്പോ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്റെ കാൽപ്പാടാണെന്ന്. പക്ഷേ കുറെ കൂടി ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന കാൽപ്പാടിനെ കാണുന്നില്ല. അപ്പോ അയാൾ ചോദിച്ചു, കഷ്ടപ്പാടുകൾ വന്നപ്പോ, അല്ലയോ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? ഞാനിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ. അപ്പോ ദൈവം പറഞ്ഞു, ഇപ്പോ നീ കാണുന്ന കാൽപ്പാട് നിന്റേതല്ല, എന്റേത് മാത്രമാണ്. നിന്നെ ഞാൻ എന്റെ കയ്യിൽ എടുത്തു പിടിച്ചിരിക്കുകയാണ് ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കാൻ. കേരളത്തെ, ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ സർക്കാരിനെ, ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷണത്തിലല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് അത്രമാത്രം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 1.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുമായിട്ട് ഏറ്റെടുത്ത ഖജനാവ് 6.5 ലക്ഷം കോടി രൂപയ്ക്ക് അപ്പുറത്തെ കടബാധ്യതയിൽ എത്തിച്ച ഒരു സർക്കാരിന് ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, ചില്ലിക്കാശ് പോലുമില്ല എന്ന് കേന്ദ്രത്തിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് 3.5 കോടി മലയാളികളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ സംസ്ഥാനത്തിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണപക്ഷം, പ്രതിപക്ഷം, LDF, UDF എന്നുള്ളത് ഒരു മരീചിക മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ പ്രതിപക്ഷമെന്നും ഭരണപക്ഷമെന്നും വേഷം കെട്ടി ആടുന്നു എന്നതിനപ്പുറം ഇവിടെ 2 പക്ഷമൊന്നുമില്ല എന്ന് കേന്ദ്രത്തിന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇതിന്റെ തെളിവാണ് എനിക്ക് നിരത്താനുള്ളത്. പിണറായി വിജയൻ കൃത്യമായി എണ്ണി പറയുന്ന നേട്ടങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ. കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഉണ്ടായിട്ടില്ല എന്ന് പിണറായി വിജയൻ വലിയ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, തങ്ങളുടെ നേട്ടമായി കാണിക്കുന്നു. 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനുള്ള അധിക സംവിധാനം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ 52 ജലവൈദ്യുത പദ്ധതികളുടെ പണി മുടക്കി പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ബഹുരാഷ്ട്ര കുത്തകകളും അതുപോലെ ദേശീയ കുത്തകളുടെയും കയ്യിൽ നിന്ന് വൻതോതിൽ വൈദ്യുതി വാങ്ങിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 60% വൈദ്യുതിയും അതിൽ കൂടുതലും ഇപ്പോൾ വിതരണം ചെയ്യുന്നു. അതായത് കുത്തക മുതലാളിത്തത്തിന്റെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്തെ ഇപ്പോൾ രക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തില് ഇരുട്ടുണ്ടായിട്ടില്ലെങ്കിൽ നന്ദി പറയേണ്ടത് മോദി ഗവൺമെന്റിനോടാണ്, കേന്ദ്ര ഗ്രിഡിനോടും ഇവിടുത്തെ സ്വകാര്യ വൈദ്യുതി ഉൽപാദകരോടുമാണ്. 1 യൂണിറ്റ് പോലും കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല. 52 ജലവൈദ്യുത പദ്ധതികളുടെ കാര്യം മറന്നേ പോയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷ. എല്ലാവർക്കും റേഷൻ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് മോദിജിയുടെ റേഷനാണ് എന്ന് ഇപ്പോൾ മലയാളിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ മുഴുവനുള്ള ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി 80 കോടിയിലധികം ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യ റേഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് റേഷൻ മുടങ്ങാത്ത 10 വർഷം എന്ന് പിണറായി വിജയന് ഫ്ലെക്സ് ബോർഡ് വെക്കാൻ കഴിയുന്നത്. ബാക്കി കാര്യം ഞാൻ പറയാതെ അറിയാം. ഇവിടുത്തെ ദേശീയ പാത ഇവിടെ പടമെടുത്തിട്ട് ഇത് ഞമ്മന്റേതാണ് എന്ന് പറയാനുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ വൈദഗ്ധ്യം. ദേശീയപാത പൊളിഞ്ഞു വീഴുമ്പോൾ ആ മുതൽ ഇക്ഷ വരെ എന്റേതല്ല കേട്ടോ, മൊത്തം മോദിയുടേതാണ് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന സത്യം. കേരളത്തില് ഏത് കാര്യവും ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ, ട്രഷറി പൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കേന്ദ്രത്തിന്റെ സഹായമാണ് എന്നുള്ളത് വ്യക്തമാണ്. എല്ലാ പദ്ധതികളും നമ്മൾ എടുത്തു നോക്കൂ. കിട്ടിയ പദ്ധതികളെക്കാൾ ഉപരി കിട്ടാത്ത പദ്ധതികൾ എന്ന്, അതായത് മലയാളിക്ക് കിട്ടാത്ത പദ്ധതികൾ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇവിടെ ഈ കേരളത്തിൽ മാത്രമാണ് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അതിന്റെ ആനുകൂല്യം വാങ്ങിക്കുമ്പോൾ. അതുപോലെ തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ളതിലെ മന്ദിറിനകത്ത് ഹിന്ദു വർഗീയത കണ്ടതുകൊണ്ട് 2.5 കൊല്ലക്കാലം കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തിയ വകയിൽ 6000 കോടി രൂപ കേരളത്തിലെ രോഗികൾക്കും ആശുപത്രികൾക്കും നഷ്ടപ്പെടുത്തിയ സർക്കാർ, എന്നിട്ട് വീണ്ടും അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ.
അതുപോലെ PM ശ്രീ പദ്ധതി ഇവിടെ വേണ്ട എന്ന് പറയുകയും പിന്നീട് അവസാനം ജനങ്ങളുടെ ആക്ഷേപം സഹിക്കവയ്യാതായപ്പോ പുരോഗതി നമുക്ക് വേണ്ടേ, നമ്മുടെ കുട്ടികൾ പഠിക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ പോകണോ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് അതും അംഗീകരിക്കേണ്ടി വരുന്നത്. അതായത് കേന്ദ്രം തരുന്ന പദ്ധതികളെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് വേണ്ട എന്ന് പറഞ്ഞ് ദാരിദ്ര്യം പരമാവധി വളർത്തിയാലേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആ ഒരു പ്രത്യയശാസ്ത്രത്തെ നേരിടുക എന്നുള്ളതും ദേശീയമായിട്ട് BJPയുടെ NDAയുടെ ചുമതലയാണ്. പിന്നെ കേരളത്തിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമുള്ളത് ഈ രണ്ട് മുന്നണിയെ ഒരുപോലെ നേരിടണം. കാരണം ഇതൊറ്റ മുന്നണിയാണെന്നുള്ളത്, ഇന്ത്യ മുന്നണിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ ഇവർ രണ്ടായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് രണ്ട് മുന്നണിയെയും നേരിടണം. ആ രണ്ട് മുന്നണിയോടും ഒരേ രീതിയിൽ പടവെട്ടി നില മെച്ചപ്പെടുത്തി അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരിടത്തും BJPക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യമാണ്.